നമസ്കാരം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പിണറായി വിജയനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഡൽഹിയിൽ സ്റ്റാലിൻ്റെ ചീപ്പ് കളി തുടരുകയാണ്. പുതിയ അണക്കെട്ടെന്ന കേരളത്തിൻ്റെ ആവേശത്തിന് കടയ്ക്കൽ കത്തിവച്ചിരിക്കുകയാണ്. അങ്ങനെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ടാണ് തമിഴ്നാട് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്റ്റാലിനെക്കുറിച്ച് എന്തൊക്കെ തള്ളാണ് ഈ പിണറായി വിജയൻ തള്ളുന്നതെന്ന് അറിയാമല്ലോ. പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം വരുമ്പോൾ ആ തമ്പി സ്റ്റാലിൻ കാലുവാരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡൽഹിയിൽ സ്റ്റാലിൻ പുറത്തെടുത്തത് വെറും ചീപ്പ് കളിയാണ്. പുതിയ അണക്കെട്ട് നിർമ്മാണത്തിന് അനുമതി പരിഗണിക്കാനിരുന്ന യോഗം പരിസ്ഥിതി മന്ത്രാലയം അത് മാറ്റിവെക്കുന്ന സ്ഥിതി ഉണ്ടാക്കി. ഫലിച്ചത് അവിടെ സ്റ്റാലിൻ്റെ കുതന്ത്രമാണ്. യോഗം മാറ്റിവെച്ചത് അറിയാതെ കേരളത്തിലെ ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തുകയും ചെയ്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നോക്കുകുത്തിയതായി നിൽക്കുന്നത് ആരാണ്? പിണറായി വിജയൻ. ഇരട്ട ചങ്ക് സാധാരണക്കാരൻ്റെ നെഞ്ചത്തേക്കേ ഉള്ളൂ, സ്റ്റാലിൻ്റെ മുന്നിൽ വിറയ്ക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കൊടിയ അനീതിയാണ് അണക്കെട്ട് വിഷയത്തിൽ ഈ സർക്കാർ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ വെച്ചാണ് ഈ കളിക്കുന്നത്. എല്ലാ മഴക്കാലത്തും മലയാളിയുടെ നെഞ്ചിൽ തീയാണ് ഈ മുല്ലപ്പെരിയാർ എന്ന് പറയപ്പെടുന്ന ഡാം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള പരിസ്ഥിതി ആഘാത പഠനത്തിന് അനുമതി തേടിയ കേരളത്തിൻ്റെ നിലപാടിൻ്റെ കടയ്ക്കൽ കത്തിവച്ചുള്ള ഇടപെടലാണ് തമിഴ്നാട് സർക്കാർ നടത്തിയിരിക്കുന്നത്, സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാൻ പാരിസ്ഥിതിക അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചതോടുകൂടിയാണ്, അതായത് ഈ കഴിഞ്ഞ ദിവസം ചേരാനിരുന്ന പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ എക്സ്പോർട്ട് അപ്രൈസൽ കമ്മിറ്റിയാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടാണ് യോഗം മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിക്കുന്നതെന്ന്. ഇതൊന്നും അറിയാതെ എന്നാൽ നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അതായത് ജലസേചന വകുപ്പിൽ കീഴിലെ രൂപകൽപ്പന ഗവേഷണ വിഭാഗം ചീഫ് എഞ്ചിനീയർ, ഡയറക്ടർ എന്നിവരടക്കം ഡൽഹിയിലേക്ക് എത്തുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള കേരള സർക്കാരിൻ്റെ ഏത് നീക്കവും അനുവദിക്കരുത് എന്നും അങ്ങനെ ചെയ്യുന്നത് സുപ്രീം കോടതി വിധിക്ക് എതിരാകുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്. അത് മറികടന്ന് തീരുമാനമെടുത്താൽ കോടതി അലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും എം.കെ. സ്റ്റാലിൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെയാണ് അടിയന്തരമായിട്ട് യോഗം മാറ്റിവെക്കുവാനുള്ള ഒരു തീരുമാനം പാരിസ്ഥിതിക മന്ത്രാലയം എടുക്കുന്നത്. മുല്ലപ്പെരിയാറിൽ നിലവിലെ അണക്കെട്ട് സുരക്ഷിതമാണ് എന്ന് വിവിധ വിദഗ്ധ സമിതികൾ സുപ്രീം കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് വിരുദ്ധമായിട്ട് പുതിയ ഡാം പണിയുവാനുള്ള കേരള സർക്കാരിൻ്റെ നീക്കം അത് സുപ്രീം കോടതി വിധിയുടെ അന്തസത്തയ്ക്ക് എതിരാവുമെന്നും ഡാം നിർമ്മാണത്തിൻ്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിച്ച് കിട്ടാനായി കേരളം വീണ്ടും ശ്രമം നടത്തിയപ്പോൾ ആ ശ്രമം തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു. ഇക്കാര്യത്തിലുള്ള ഏത് നടപടിയുമായി മുന്നോട്ട് പോകണമെങ്കിലും സുപ്രീം കോടതിയുടെ അനുമതി തേടിയേ ആകാവൂ എന്നും കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2015 പാരിസ്ഥിതിക ആഘാത പഠനത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾക്ക് സുപ്രീം കോടതിയുടെ അനുവാദം കിട്ടിയെന്നതാണ് കേരളത്തിൻ്റെ വാദം. ഡാം നിർമ്മാണം ആരംഭിക്കുന്ന വേളയിൽ മാത്രമാണ് തമിഴ്നാടിൻ്റെ ആശങ്കകൾ പരിശോധിക്കപ്പെടേണ്ടതെന്നാണ് സുപ്രീം കോടതി പോലും അന്ന് ചൂണ്ടിക്കാട്ടിയത് എന്നുള്ള സൂചനകളാണ്. ഇതിപ്പോൾ പരിസ്ഥിതി ആഘാത പഠനത്തിലുള്ള ടേംസ് ഓഫ് റെഫറൻസ്, ആ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിക്കുവാൻ മാത്രമാണ് യോഗം ചേരുന്നത് എന്നിരിക്കെ ഇതിനിടെ തമിഴ്നാട് വളച്ചൊടിക്കുകയാണ് എന്നതാണ് കേരളത്തിൻ്റെ വാദം. അതിനിടെ ഈ തമിഴ്നാടിന് കാര്യമായ സാമ്പത്തിക നഷ്ടം വരാത്ത വിധം പാട്ടക്കരാർ പുതുക്കി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള നിർദ്ദേശവുമായിട്ട് കേന്ദ്ര ജലവിഭവ വകുപ്പ് രംഗത്ത് വന്നു കഴിഞ്ഞു. പക്ഷേ എന്നാൽ ആ കാര്യത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ചർച്ച നടത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് നടന്നിട്ടില്ല. 1.25 നൂറ്റാണ്ട് പിന്നിട്ട മുല്ലപ്പെരിയാർ അണക്കെട്ട് അത് തകർന്നാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. അത് മുന്നിൽ കണ്ട് ഇരു സംസ്ഥാനങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ കേന്ദ്ര സഹായത്തോടെ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഏകദേശം 8000-ലധികം ഏക്കർ വരുന്ന മുല്ലപ്പെരിയാർ ജലസംഭരണി, ആ ജലസംഭരണി മേഖലയ്ക്ക് ഏക്കറിന് 30 രൂപ വീതമാണ് പാട്ടം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ജലം ഉപയോഗിച്ച് ലോവർ ക്യാമ്പിൽ തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കിലോവാട്ടിന് വർഷത്തിൽ 12 രൂപയാണ് ലഭിക്കുക. പാട്ടമായ 2.5 ലക്ഷം രൂപയും വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിൻ്റെ റോയൽറ്റിയായ 7 ലക്ഷം രൂപയും ചെയ്യുന്ന പ്രതിവർഷം ഏകദേശം 10 ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിന് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. പുതിയ അണക്കെട്ട് വന്നാൽ ഈ വ്യവസ്ഥയ്ക്ക് കാര്യമായിട്ടുള്ള മാറ്റം ആവശ്യമാണ് എന്നാണ് കേരളത്തിൻ്റെ നിലപാട് എന്ന് പറയപ്പെടുന്നത്. എന്നാൽ തമിഴ്നാട് ഇതിനൊരുക്കമല്ല. അതിനാലാണ് ഇരു കൂട്ടർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു തുക പാട്ടമിനത്തിൽ നിശ്ചയിക്കുവാനുള്ള അവസരം കേന്ദ്രമൊരുക്കുന്നത്.
അണക്കെട്ടിൽ നിന്ന് ഒരു വർഷം ശരാശരി 60 TMC ജലം വീതം ഇതുവരെ 7000 TMCയിൽ അധികം ജലം തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്ക്. 1886 ഒക്ടോബർ 29 തിരുവിതാംകൂർ മഹാരാജാവ് വിശാഖം തിരുനാളും ബ്രിട്ടീഷ് ഭരണകൂടവും ഒപ്പിട്ട പാട്ടക്കരാർ പ്രകാരം ഏക്കർ ഒന്നിന് 5 രൂപ വീതം കേരളത്തിന് പാട്ടം നൽകണമെന്നായിരുന്നു ആ വ്യവസ്ഥ എന്ന് പറയപ്പെടുന്നത്. ഇതിൻ പ്രകാരം 1954 വരെ കേരളത്തിന് ലഭിച്ചിരുന്നത് കേവലം 40,000 രൂപ മാത്രം. തുടർന്ന് 1958 നവംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി EMS-ഉം 1960 ജൂലൈയിൽ മുഖ്യമന്ത്രി പട്ടംതാണുപിള്ളയും 1969 വീണ്ടും മുഖ്യമന്ത്രി EMS-ഉം നടത്തിയ ചർച്ചകൾ ഫലം കണ്ടില്ല. ഒടുവിൽ 1970 മെയ് 29 മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ കാലത്ത് കരാർ പുതുക്കി. 1954 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കിയ കരാർ അനുസരിച്ച് പാട്ടത്തുക ഏക്കറിന് 30 രൂപയായി ഉയർത്തുകയായിരുന്നു. കൂടാതെ ഓരോ വർഷവും 30 വർഷം കൂടുമ്പോഴും പാട്ടക്കരാർ പുതുക്കുവാനുള്ള ഒരു വ്യവസ്ഥ കൂടി അതിനകത്തുണ്ടായി. ഇതിൻ പ്രകാരം 2000-ൽ കരാർ പുതുക്കേണ്ടതായിരുന്നു, പക്ഷേ നടന്നില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന പാട്ടക്കരാറിൽ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചില വ്യവസ്ഥകൾ അത് കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ജലവിഭവ വകുപ്പും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ അക്കാലത്തെ എല്ലാ തരത്തിലുള്ള പാട്ടക്കരാറുകളും 99 വർഷത്തേക്കായിരുന്നു. എന്നാൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ 999 വർഷമായി മാറി എന്നതാണ് ദുരൂഹത ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇതിനിടെയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള കേരളത്തിൻ്റെ നടപടികൾക്കെതിരെ പ്രതിഷേധവുമായിട്ട് തമിഴ്നാട്ടിലെ കർഷകരടക്കം അല്ലെങ്കിൽ കർഷക സംഘടനകളടക്കം രംഗത്തെത്തുന്നു. കേരള തമിഴ്നാട് അതിർത്തിയിലെ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ കർഷകർ മാർച്ച് നടത്തുന്നു. പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് ഉള്ള വിശദമായിട്ടുള്ള പദ്ധതി രേഖ 1 മാസത്തിനകം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് കേരളം തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പഴയ അണക്കെട്ട് പൊളിക്കുന്നതിൻ്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുവാൻ അതിൻ്റെ അനുമതിക്കായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കുകയും ചെയ്തു കേരളം. തമിഴ്നാട് ആവശ്യമായിട്ടുള്ള വെള്ളം നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതിനെതിരെയാണ് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷക സംഘടനകൾ അടക്കം രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലോവർ ക്യാമ്പിൽ നിന്നും കേരളത്തിലേക്ക് മാർച്ച് നടത്തുമെന്നായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം എന്ന് പറഞ്ഞത്. എന്നാൽ മുല്ലപ്പെരിയാറിൻ്റെ ശില്പിയായിട്ടുള്ള ജോൺ പെന്നിക്യുക്കിൻ്റെ സ്മാരകത്തിന് മുൻപിൽ പോലീസ് മാർച്ച് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബേബി ഡാമിന് സമീപമുള്ള മരങ്ങൾ മുറിച്ച് നിലവിലെ അണക്കെട്ട് എന്ന് പറയപ്പെടുന്ന ബലപ്പെടുത്തുക, തേക്കടി ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് അത് വിട്ടു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളടക്കം അന്ന് ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത്. പുതിയ അണക്കെട്ടെന്ന തീരുമാനം ഉപേക്ഷിച്ചില്ല എങ്കിൽ സമരം ശക്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള തീരുമാനമെന്ന് പറയപ്പെടുന്നത്. അതേസമയം കേരളത്തിൻ്റെ ആവശ്യം, ആ കേരളത്തിൻ്റെ ആവശ്യത്തിൽ തമിഴ്നാട് അനുകൂല തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് അസ്ഥാനത്തായി പോകുന്നതാണ് സ്റ്റാലിൻ അയച്ച കത്ത് എന്നുള്ളത് ഈ പിണറായി സഖാവ് ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. കാരണം അണ്ണൻ തമ്പിയായി സ്റ്റാലിനും പിണറായിയും ഇങ്ങനെ ജീവിക്കുമ്പോഴും തമ്പിയായിട്ടുള്ള സ്റ്റാലിൻ നൽകുന്ന 8ൻ്റെ പണി ഈ പിണറായി സർക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു പുതിയ ഡാം എന്നുള്ളത് അത് നിർമ്മിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. മുല്ലപ്പെരിയാർ ഡാം ഏതെങ്കിലും തരത്തിൽ പൊട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിലൂടെ സംഭവിക്കാൻ പോകുന്നത് 6ഓളം വരുന്ന ജില്ലകളിലേക്കുള്ള വല്ലാത്ത ദുരന്തമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു പുതിയ അണക്കെട്ട് എന്നുള്ള കേരളത്തിൻ്റെ സ്വപ്നം നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ അത് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. തമിഴ്നാട് സർക്കാരിനെ അല്ലെങ്കിൽ MK സ്റ്റാലിൻ തമ്പിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ നിന്നാൽ 8ൻ്റെ പണി തന്നെ കിട്ടും. പകരം കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കുന്നതിനുള്ള ഒരു സാന്നിധ്യം അറിയിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നട്ടലുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കുക. പിണറായി വിജയൻ ശക്തമായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യകത വളരെ വലുതാണ്.